ഈ ലോകകപ്പിൽ ആദ്യ ജയം ആഘോഷിച്ചിരിക്കുകയാണ് ബ്രസീൽ. ഹെയ്ത്തിയെ മറുപടിയില്ലാത്ത 3 ഗോളിനാണ് മുൻ ചാമ്പ്യന്മാർ തോൽപ്പിച്ചത്. കസറി കാനറികൾ ഹെയ്ത്തിയെ 3 അടിയിൽ വീഴ്ത്തി മുൻ ചാമ്പ്യന്മാർക്ക് അമേരിക്കൻ ലോകകപ്പിലെ ആദ്യ ജയം. മൊറോക്കോയ്ക്കെതിരെ സമനില വഴങ്ങിയ ടീമിൽ നിന്ന് ബ്രസീൽ ഇറങ്ങിയത് 2 മാറ്റങ്ങളോടെ. മുന്നേറ്റത്തിൽ ഇഗോർ തിയാഗോയ്ക്ക് പകരം മത്തയോസ് കൂനിയും റൈറ്റ് ബാക്കിൽ റോജർ ഇബിനസിന് പകരം ഡാനിലോയും. കോച്ച് കാർലോ ആഞ്ചലോട്ടിയുടെ തീരുമാനങ്ങൾ തെറ്റിയില്ല. ഇരട്ട ഗോളുമായി കൂനിയ കാനറുകളുടെ കരുത്തായി. 5-4-1 ഫോർമേഷനിൽ പ്രതിരോധ കോട്ട കെട്ടി നിന്ന ഹെയ്ത്തിക്ക് പക്ഷേ ബ്രസീലിന്റെ ഹൈ ഇന്റൻസ് പാസിംഗ് ഗെയിമിൽ അടിതെറ്റി. 12-ാം മിനിറ്റിൽ റാഫിഞ്ഞയുടെ ഗോൾ ഓഫ് സൈഡിൽ നിഷേധിക്കപ്പെട്ടെങ്കിലും ബ്രസീൽ ആരാധകരുടെ കാത്തിരിപ്പിന് വൈകാതെ അവസാനമായി. 23-ാം മിനിറ്റിൽ വിനീഷ്യസ് തൊടുത്ത ഷോട്ട് ഗോൾ കീപ്പർ തടുത്തിട്ടെങ്കിലും ഇരച്ചെത്തിയ മത്തയോസ് കൂനിയ പന്തിനെ വലയിലാക്കി. 36-ാം മിനിറ്റിൽ വീണ്ടും വിനീഷ്യസ് കൂനിയ കോംബോ. വിനീഷ്യസിൽ നിന്ന് കിട്ടിയ പന്ത് പോസ്റ്റിന്റെ ഇടതുമൂലയിലേക്ക് അടിച്ചിറക്കി കൂനിയ. ക്ലാസി ക്ലിനിക്കൽ ഫിനിഷ്. ആദ്യ പകുതിയുടെ ഇഞ്ചറി ടൈമിൽ ലീഡ് 3 ഉയർത്തി ബ്രസീൽ. ആദ്യ 2 ഗോളിനും കാരണഭൂതനായ വിനീഷ്യസ് ഇത്തവണ സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ തീർത്തു. ഹെയ്ത്തി മധ്യനിരയെയും പ്രതിരോധത്തെയും പിളർത്തി ലൂക്കാസ് പക്കറ്റ് നൽകിയ ത്രൂപ്പാസ വിനീഷ്യസ് കൃത്യമായി വലയിലെത്തിച്ചു. 2-ാം പകുതി ആക്രമണം ഘടിപ്പിക്കാൻ എൻട്രിക്കിനെയും മാർട്ടിനെല്ലയെയും ഇറക്കിയെങ്കിലും സ്കോർ ബോർഡിൽ മാറ്റം വരുത്താൻ ബ്രസീലിനായില്ല. 1 ഗോളെങ്കിലും തിരിച്ചടിക്കാൻ ഹെയ്ത്തി പറന്നു കളിച്ചപ്പോൾ ബ്രസീൽ ബാക്ക് പാസുകളുമായി നിരാശപ്പെടുത്തി. ഗോൾ കീപ്പർ അലിസന്റെ മിന്നും സേവുകൾ ഇല്ലായിരുന്നെങ്കിൽ ഫിഫ റാങ്കിങ്ങിലെ 85-ാം സ്ഥാനക്കാരോട് ഗോൾ വഴങ്ങിയേനെ ബ്രസീൽ. വ്യാഴാഴ്ച സ്കോട്ട്ലൻഡിനെതിരെയാണ് ബ്രസീലിന്റെ ഗ്രൂപ്പ് റൗണ്ടിലെ അവസാന മത്സരം. ടീമിന്റെ കരുത്തുകൂട്ടാൻ സൂപ്പർ താരം നെയ്മാർ ജൂനിയറും അക്കളിക്കുണ്ടാകുമെന്ന സൂചനയും കാർലോ ആഞ്ചലോട്ടി നൽകിയിട്ടുണ്ട്. സ്പോർട്സ് ഡെസ്ക് 24.